ഈ ബൈക്കുകൾ സാധാരണക്കാർ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇന്ത്യയിലാകെ 20-ൽ താഴെ ബൈക്കുകളേ ഉള്ളൂ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവയെല്ലാം കട്ടർ ഉപയോഗിച്ച് മുറിച്ച് നശിപ്പിക്കും. ഹോണ്ട ജപ്പാൻ റേസിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഈ ബൈക്ക്. ഈ ബൈക്കിന് 80 കിലോ മാത്രമാണ് ഭാരം. എന്നാൽ പവർ 47 ഹോഴ്സ് പവർ ആണ്. KTM ഡ്യൂക്ക് 390ക്ക് 45 HP പവറും 165 കിലോ ഭാരവുമുണ്ട്. ഡ്യൂക്ക് പറക്കുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ ഇവൻ പറക്കും. ഭാരം കുറഞ്ഞ എയർക്രാഫ്റ്റ് അലുമിനിയം ഷാസിയും സ്റ്റാർട്ടർ മോട്ടോർ, ബാറ്ററി തുടങ്ങിയ ഭാരമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയുമാണ് ഈ ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബൈക്കിൽ ഉപയോഗിക്കുന്നത് ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റേസ് ഫ്യൂവൽ എന്ന പ്രത്യേക പെട്രോളാണ്. കസ്റ്റംസ് ഡ്യൂട്ടി അടക്കാതെ 5 വർഷത്തേക്ക് ഇന്ത്യയിലേക്ക് റേസിംഗ് പരിശീലനത്തിന് അയക്കുന്ന ഈ ബൈക്കുകൾ ആ കാലാവധിക്ക് ശേഷം ജപ്പാനിലേക്ക് തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ കസ്റ്റംസിന്റെ സാന്നിധ്യത്തിൽ നശിപ്പിക്കുകയോ ചെയ്യണം. ഒരു ബൈക്കിന് ഏതാണ്ട് 10 ലക്ഷം രൂപയാണ് വില. 2 കോടിയോളം ആകെ വിലയുള്ള ഈ ബൈക്കുകൾ ഇനി വെറും ലോഹ കൂമ്പാരമായി മാറും. മേക്ക് ഇൻ ഇന്ത്യ നിയമം ശക്തമാക്കുന്നതുകൊണ്ട് ഇനി പുതിയ ബൈക്കുകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുമില്ല.